സാർ, എനിക്ക് ഭയങ്കരമായ ഒരു കംപ്ലൈന്റ് ഉണ്ട് സാർ. വിനോദ് കുമാർ ആലപ്പി എന്നൊരു ഭീകരൻ എന്റെ വീട് ആക്രമിക്കാൻ പോകുന്നു. അവൻ എന്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുപോകുമെന്ന് ഭീഷണി മുഴക്കിയിരിക്കുന്നു. അവനെ ഇപ്പൊ തന്നെ അറസ്റ്റ് ചെയ്യണം സാർ. ഭാര്യയെ തട്ടിക്കൊണ്ട് പോയിട്ടില്ലല്ലോ? ഏത് നിമിഷത്തിലും അത് സംഭവിച്ചേക്കാം സാർ. അവൻ എന്നേക്കാൾ വെളുത്തിട്ടാണ്. നിങ്ങളുടെ ഭാര്യയും അയാളും തമ്മിൽ സ്ത്രീ അബലയല്ലേ സാർ? അവന്റെ പഞ്ചാരവാക്കിൽ അവൾ കുടുങ്ങയില്ലെന്ന് ആര് കണ്ടു? പോലീസ് ഇടപെടണമെങ്കിൽ സംഭവം എന്തെങ്കിലും നടക്കണം. അവൻ തന്റെ ഭാര്യയെ തട്ടിക്കൊണ്ടു പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു കംപ്ലൈന്റ് വരൂ. അപ്പൊ ഞങ്ങൾ ആലോചിച്ച് വേണ്ട പോലെ തീരുമാനം എടുക്കാം. സാർ, ചത്ത കുട്ടിയുടെ ജാതകം നോക്കുന്ന കാര്യമാണ് സാർ പറയുന്നത്. ഭാര്യയെ തട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞിട്ട് പിന്നെ എന്ത് കംപ്ലൈന്റ് ആണ് സാർ? എന്താ തന്റെ പേര്? തളത്തിൽ ദിനേശൻ. മോനെ ദിനേശ, ആ ഭീകരൻ തന്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുപോകാൻ വീട്ടിൽ കയറി വരുമല്ലോ. അപ്പൊ വല്ല തെങ്ങിലും പിടിച്ച് കെട്ടിയിട്, എന്നിട്ട് നേരെ അങ്ങോട്ട് വാ. ഒരു തെളിവില്ലാതെ ആക്ഷൻ എടുക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല കുഞ്ഞെ. അങ്ങനെ പറയരുത് സാർ. ഞാൻ കൈക്കൂലി തരാൻ തയ്യാറാണ്. എന്താണ് തന്റെ വിചാരം? പോലീസുകാര് കൈക്കൂലി വാങ്ങാനോ? എടോ, തനിക്ക് പറ്റിങ്ങി അവനെ കൈയോടെ പിടിച്ചോണ്ട് പാടോ. പോട്ടെ, വീട്ടു കാവലിന് 2 പോലീസുകാരെ അയച്ചു തരാൻ പറ്റുമോ? ശോഭയും കാവൽ പോലീസും വേണ്ട സാർ, അത് ശരിയാവില്ല. അവളുടെ ഭാഗത്തു നിന്ന് ഉറപ്പ് കിട്ടിയത് കൊണ്ടാണല്ലോ തട്ടിക്കൊണ്ടുപോകുമെന്ന് അവൻ വെല്ലുവിളിച്ചത്. അവനെ കൈയോടെ പിടിച്ചാ വിജയിച്ചു. ഞാനില്ലാത്ത നേരത്താണ് അവൻ വീട്ടിൽ കയറുന്നത്. അപ്പൊ ഞാൻ ഉണ്ടാവില്ലെന്ന് ബോധ്യപ്പെടുത്തിയിട്ട് എവിടെയെങ്കിലും ഒളിച്ചു നിൽക്കണം. അപ്പൊ അവൻ വരും, വീട്ടിൽ കയറും, പതുങ്ങിച്ചെന്ന് അടിച്ചു വീഴ്ത്തി പോലീസിൽ അറിയിക്കണം. ശോഭേ, ദിനേശേട്ട എപ്പോ വന്നു? ശോഭേ, 2 ദിവസത്തേക്ക് നീ വീട്ടിൽ തനിച്ചായിരിക്കും. തനിച്ചോ? ഞാനോ? അയ്യോ, ഞാൻ പേടിച്ച് ചത്തുപോകും. എനിക്ക് കോയമ്പത്തൂർ വരെ പോയേ പറ്റൂ. പുതിയൊരു പ്രസ് തുടങ്ങണം. ചില മെഷീൻസ് ഒക്കെ ഓർഡർ ചെയ്യാനുണ്ട്. പുതിയ പ്രസ്സോ? ഇപ്പോഴുള്ളത് തന്നെ ശരിക്കും ശ്രദ്ധിച്ച് നടത്തിയിട്ട് പോരെ പുതിയ പ്രസ്? അത് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഒക്കെ വന്നിട്ട് പറയാം. എന്നാലും നിന്റെ വീട്ടിൽ കൊണ്ട് വിട്ടിട്ട് പൊയ്ക്കോളൂ. ഭയപ്പെടുന്നത് എന്തിന്? ശോഭ കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ. തനിച്ചു നിന്ന് ശീലിക്കുന്നത് നല്ലതാണ്. പോട്ടെ, വണ്ടി തെറ്റും. ആ ചേട്ടാ, എന്താ? ഒന്ന് പറഞ്ഞോട്ടെ. ഞാൻ കോയമ്പത്തൂർക്ക് പോവാണ്. 2 ദിവസം കഴിഞ്ഞേ വരൂ. അതിന്? ഈ 2 ദിവസവും എന്റെ ഭാര്യ വീട്ടിൽ തനിച്ചായിരിക്കും. ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. ഞാൻ 2 ദിവസം കഴിഞ്ഞേ വരൂ. കോയമ്പത്തൂർക്ക് പോവാണ്. അതിന് ഞാനെന്ത് വേണം? അല്ല, കോയമ്പത്തൂർക്ക് പോവാണ്. അതുകൊണ്ടാ. കോയമ്പത്തൂർ.